സ്വാഗതം. നമ്മളിന്ന് ഭാഷ, ലാംഗ്വേജ്, പിന്നെ അത് നമ്മുടെ ചിന്തകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നൊക്കെ കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാൻ പോവാണ്. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ ഇല്ലേ, അത് വെച്ചാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അപ്പം നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ. ആദ്യം തന്നെ എന്താണ് ഈ ഭാഷ? നിങ്ങളുടെ മെറ്റീരിയലിലെ സെക്ഷൻ 1.0 ഇൻട്രൊഡക്ഷനിൽ പറയുന്നത് പോലെ ഇതൊരു സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആശയങ്ങൾ കൈമാറാനുള്ള ഒരു സംവിധാനം. നമ്മൾ സംസാരിക്കുന്ന ശബ്ദങ്ങള്, എഴുതുന്ന അക്ഷരങ്ങള്, എന്തിന് ഈ ആംഗ്യങ്ങൾ പോലും ഭാഷയുടെ ഭാഗമാവാം. നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതും ഭാഷയിലൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അതെ, പണ്ടുകാലത്ത് ശരിക്കും പറഞ്ഞാൽ ഫിലോസഫേഴ്സ്, തത്വചിന്തകരാണ് ഈ ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധമൊക്കെ കൂടുതൽ ആലോചിച്ചത്. റെനെ ദെക്കാർത്തെ ഓർമ്മയില്ലേ? ഞാൻ ചിന്തിക്കുന്നു, അതിനാൽ ഞാനുണ്ട്. ഐ തിങ്ക് therefore I am. അത് വളരെ ഫേമസ് ആണല്ലോ. പക്ഷേ ഒരു 1950s കഴിഞ്ഞപ്പോഴാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന ഫീൽഡ് ഇതിനെപ്പറ്റി കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഈ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ, അതായത് ചിന്ത, ഓർമ്മ, പഠനം, ഇതിനെയൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ ഭാഷ തലച്ചോറിൽ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അത് ചിന്തയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ പുതിയ ടെക്നോളജികളൊക്കെ ഒരുപാട് സഹായിച്ചു. ശരിയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചർച്ചയിലൂടെ നിങ്ങളുടെ മെറ്റീരിയലിലെ സെക്ഷൻ 1.1 ഒബ്ജക്റ്റീവ്സിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് ഭാഷയൊന്ന് ഡിഫൈൻ ലാംഗ്വേജ്, പിന്നെ ഈ ഭാഷയും കോഗ്നിഷനും, അതായത് ഭാഷയും നമ്മുടെ ഈ അറിയാനുള്ള കഴിവും തമ്മിലുള്ള ബന്ധമില്ലേ, അതെന്താണെന്ന് മനസ്സിലാക്കാൻ, പിന്നെ ഭാഷ നമ്മൾ എങ്ങനെയാണ് സ്വായത്തമാക്കുന്നത്, അക്വയർ ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള പല തിയറീസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ, അതിൻ്റെ ബയോളജിക്കൽ വശങ്ങൾ, ബയോളജി ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ തരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ശരിയാണ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഈ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾക്ക് ഭാഷ ഇത്ര പ്രധാനപ്പെട്ടതാവുന്നത്? നിങ്ങളുടെ മെറ്റീരിയലിലെ സെക്ഷൻ 1.2 ലാംഗ്വേജ് ആൻഡ് കോഗ്നിഷനിൽ അതിന് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, മനുഷ്യന്റെ ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം അമൂർത്തീകരണമാണ്. അതായത് ഒരു യുണീക്ക് കൈൻഡ് ഓഫ് ആബ്സ്ട്രാക്ഷൻ. എന്താണ് ഈ ആബ്സ്ട്രാക്ഷൻ? അതായത് നമ്മുടെ മുന്നിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്. ഭൂതകാലം, ഭാവി, അല്ലെങ്കിൽ സ്നേഹം, നീതി പോലുള്ള ഐഡിയാസ്. മൃഗങ്ങൾക്കും കമ്മ്യൂണിക്കേഷൻ രീതികളുണ്ട്, പക്ഷേ ഇത്ര കോംപ്ലക്സ് ആയ ആശയങ്ങൾ കൈമാറാൻ അവയ്ക്ക് സാധിക്കില്ല. ഈ കഴിവ്, അതാണ് മനുഷ്യന്റെ കോഗ്നിഷന്റെ, ചിന്തയുടെ ഒരു അടിസ്ഥാനം. അപ്പോ ഈ ആബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാനുള്ള കഴിവ്, അതാണ് മനുഷ്യഭാഷയെ വ്യത്യസ്തമാക്കുന്നത്. ശരി, വേറെന്തൊക്കെ കാരണങ്ങളുണ്ട്? രണ്ടാണെന്നവയത്ത് നമ്മൾ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിലും, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, അത് ഓർമ്മയിൽ സ്റ്റോർ ചെയ്യുന്നതിലും ഭാഷയ്ക്ക് വലിയൊരു പങ്കുണ്ട്. ഒരു കാര്യം വാക്കുകളാക്കുമ്പോൾ അത് ഓർത്തു വയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമാവും അല്ലേ? ശരിയാണ്. മൂന്നാമതായി നമ്മുടെ ചിന്ത, പ്രോബ്ലം സോൾവിങ്, തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്, അതൊക്കെ പലപ്പോഴും ഭാഷ ഉപയോഗിച്ചാണ് നടക്കുന്നത്. ഒരു പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലിട്ട് ആലോചിക്കുന്നതും ചിലപ്പോൾ അതിനെക്കുറിച്ച് എഴുതി നോക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അതിനൊരു ക്ലാരിറ്റി തരാനും സൊല്യൂഷൻ കണ്ടെത്താനും ഹെൽപ്പ് ചെയ്യും. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അത് വളരെ ഓബ്വിയസ് ആണല്ലോ, മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയം. അതെ, അതാണ് മാനവത്തെ പോയിന്റ്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷന്റെ മെയിൻ ടൂള് ഭാഷയാണ്. അഞ്ചാമത്തെ കാരണം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഭാഷ നമ്മുടെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്നു. അതായത് നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിനെ. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റിയേക്കാം. ഉദാഹരണത്തിന്, ചില ഭാഷകളിലെ മഞ്ഞിന് പല വാക്കുകളുണ്ട്. അത് അവർ മഞ്ഞിനെ കാണുന്ന രീതിയെ സ്വാധീനിക്കുന്നുണ്ടാവാം. അതുപോലെ തിരിച്ചും നമ്മുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പുതിയ വാക്കുകളോ പ്രയോഗങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ കാരണമാവാം. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുന്ന പ്രോസസ്സാണ്. ഇന്റർഡിപെൻഡൻസി എന്ന് പറയാം. തലച്ചോറും ഭാഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവിടെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. വാക്കുകൾ മനസ്സിലാക്കാനും സംസാരിക്കാനും ഗ്രാമർ ഉപയോഗിക്കാനുമൊക്കെ തലച്ചോറിൽ പ്രത്യേക ഏരിയാസ് ഉണ്ട്. ബ്രോക്കാസ് ഏരിയ, വേർണിക്കീസ് ഏരിയ എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. തലച്ചോറിന് എന്തെങ്കിലും ഡാമേജ് വന്നാൽ അഫാസിയ പോലുള്ള അവസ്ഥകൾ വരാം. അപ്പോൾ ഈ ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഭാഷയ്ക്ക് വ്യക്തമായ ഒരു ബയോളജിക്കൽ ബേസിസ് ഉണ്ട്, ശാരീരികമായൊരു അടിത്തറയുണ്ട്. മനസ്സിലായി. അപ്പോ ഈ വിഷയങ്ങളൊക്കെ ഈ പഠന സഹായിയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
ഭാഷയുടെ സ്ട്രക്ചർ, വാക്കുകള്, വാക്യങ്ങൾ അതൊക്കെ എങ്ങനെ വരുന്നു, പിന്നെ കുട്ടികൾ ഭാഷ പഠിക്കുന്ന സ്റ്റേജുകൾ, അതുപോലെ ഈ ഭാഷാ പഠനം എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത തിയറികൾ. ചിലർ പറയുന്നു ഇത് ബിഹേവിയറിസമാണ്, ശീലം കൊണ്ട് പഠിക്കുന്നതാണെന്ന്. മറ്റു ചിലർ പറയുന്നു ഇത് ഇന്നേറ്റ് ആണ്, ജന്മനാ ഉള്ള കഴിവാണെന്ന്. ചിന്താവികാസത്തിന് ഭാഗമാണെന്ന് പറയുന്ന കോഗ്നിറ്റീവ് തിയറികളുണ്ട്. പിന്നെ നമ്മൾക്ക് കിട്ടുന്ന ഇൻപുട്സ് എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതൊക്കെ വിശദമായിട്ട് അതിൽ കാണാം. അതെ, അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായും നോക്കിയതെന്താണ്? ഭാഷ വെറുമൊരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമല്ല, അത് നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നു, നമ്മൾ ലോകത്തെ എങ്ങനെ കാണുന്നു, മനസ്സിലാക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ബ്രെയിനിനെ വരെ മാറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ ഭാഷയെക്കുറിച്ച് പഠിക്കാന്ന് പറയുന്നത് ഒരു തരത്തിൽ മനുഷ്യന്റെ മനസ്സിനെയും ചിന്തയെയും തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ആ ഒരു അബ്സ്ട്രാക്ഷനുള്ള കഴിവ്, അതാണ് ഒരു പക്ഷേ മനുഷ്യനെ ഇത്ര യുണീക്കാക്കുന്നത്. തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ നിങ്ങൾക്കായിട്ടൊരു ചെറിയ ചിന്ത. നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഭാഷ, അത് മലയാളമോ ഇംഗ്ലീഷോ വേറെ ഏതെങ്കിലും ഭാഷയോ ആകട്ടെ, അത് നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ, നിങ്ങളുടെ തീരുമാനങ്ങളെയൊക്കെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നുണ്ടാവുക? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെട്ടേക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ തന്ന ഈ പഠന സഹായമുണ്ടല്ലോ, അതിലെ ഭാഷയുടെ ഘടനയെയും സ്വഭാവത്തെയും കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. ഭാഷ എങ്ങനെയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നത്, എന്താണ് ഇതിന്റെ ഒരു ബേസിക് സെറ്റപ്പ്, അതൊന്ന് ആഴത്തിൽ പരിശോധിക്കണം. ശരി. അപ്പോൾ നിങ്ങളുടെ ഈ നോട്ട്സിൽ തുടക്കത്തിൽ തന്നെ ലിംഗ്വിസ്റ്റിക്സ്, അതായത് ഭാഷാശാസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ദ സ്റ്റഡി ഓഫ് ലിംഗ്വിസ്റ്റിക്സ് is the formal description of the structure of language, including a description of speech sounds, meanings and grammar. അങ്ങനെയല്ലേ? അതെ. അതായത് ഭാഷയുടെ ഒരു ഫോർമൽ സ്റ്റഡി, അതിലെ ശബ്ദങ്ങൾ, അർത്ഥങ്ങൾ, ഗ്രാമർ ഒക്കെ ചേർന്നുള്ള ഒരു പഠനം. കറക്റ്റ്. ഭാഷയെ ഒരു സിസ്റ്റമായിട്ട് കാണുന്ന രീതി. അതേസമയം ഇതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ലിംഗ്വിസ്റ്റ്സ് ഭാഷയുടെ കോമ്പിറ്റൻസി അഥവാ കഴിവിനെ പഠിക്കുമ്പോൾ സൈക്കോളജിസ്റ്റുകൾ പെർഫോമൻസ് അഥവാ പ്രയോഗത്തെയാണ് ശ്രദ്ധിക്കുന്നത്. അതെ, ശരിയാണ്. അതായത് ലിംഗ്വിസ്റ്റുകൾ നോക്കുന്നത് ആ ഭാഷയുടെ ഒരു നിയമങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഉള്ളിലുള്ള അറിവിനെയാണ്, ഒരു ഐഡിയൽ സ്പീക്കറുടെ കഴിവ്. പക്ഷെ സൈക്കോളജിസ്റ്റുകൾക്ക് താല്പര്യം നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിലാണ്. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എവിടെ തെറ്റിക്കുന്നു, സംഭംഗ വരുത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ രണ്ടും കൂടി ചേരുന്ന, അതായത് ഭാഷയും മനസ്സും തമ്മിലുള്ള ബന്ധം പഠിക്കുന്ന ഒരു ഏരിയയാണ് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. മനസ്സിലായി. അപ്പോ ഒരു സംസാര രീതിയെ ഭാഷ എന്ന് വിളിക്കണമെങ്കിൽ അതിന് ചില മിനിമം ക്വാളിറ്റീസ് വേണ്ടേ? വേണം. ഈ കുറിപ്പുകളിൽ പറയുന്ന പോലെ വെറുതെ ശബ്ദം ഉണ്ടാക്കിയാ പോരല്ലോ, 4 പ്രധാന കാര്യങ്ങൾ വേണം, അല്ലേ? അതെ, തീർച്ചയായും. ഒന്നാമത്തെ കാര്യം സിംബൽസ്, ചിഹ്നങ്ങൾ വേണം. ചിഹ്നങ്ങൾ. അത് ശബ്ദങ്ങളാവാം, നമ്മൾ എഴുതുന്ന അക്ഷരങ്ങളാവാം, ചിലപ്പോൾ ആംഗ്യങ്ങൾ പോലും ആവാം. ശരി. ഈ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഇല്ലാത്തൊരു സാധനത്തെയോ പണ്ട് നടന്നൊരു സംഭവത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്നു. പുഴ എന്ന് പറയുമ്പോൾ ആ ശബ്ദം ആ പുഴ എന്ന ആശയത്തെ ഓർമ്മിപ്പിക്കുന്നു. പുഴ കൺമുന്നിൽ വേണമെന്നില്ല. റൈറ്റ്. രണ്ടാമതായി ഈ ചിഹ്നങ്ങൾ മീനിങ്ഫുൾ ആയിരിക്കണം, അർത്ഥവത്തായിരിക്കണം. തീർച്ചയായും. ഞാൻ പറയുന്ന വാക്ക് കേൾക്കുന്ന ആ ഭാഷ അറിയുന്ന മറ്റൊരാൾക്ക് മനസ്സിലാവണം. ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് വേണം, അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിക്കേഷൻ നടന്നില്ലല്ലോ. ഇല്ല. മൂന്നാമത്തേത് ജനറേറ്റീവ് ആണ്. ഭാഷ ജനറേറ്റീവ് ആണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ജനറേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കുറച്ച് വാക്കുകളും നിയമങ്ങളും വെച്ച് നമുക്ക് പുതിയ പുതിയ അനന്തമായത്ര വാക്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരു കോമ്പിനേഷൻ പോലെ. നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായി കേൾക്കുന്ന ഒരു സെന്റൻസ് ആയിരിക്കും, എന്നാലും നമുക്കത് മനസ്സിലാവും. എക്സാക്ട്ലി. കാരണം ആ വാക്കുകളും അത് ചേർത്ത് വെച്ച നിയമങ്ങളും നമുക്കറിയാം. അതാണ് ജനറേറ്റീവ് സ്വഭാവം. ഓക്കെ. അവസാനമായിട്ട് റൂൾസ്, നിയമങ്ങൾ. അതെ, ഭാഷയ്ക്ക് അതിൻ്റെതായ നിയമങ്ങളുണ്ട്, ഒരു ഓർഡറുണ്ട്. വാക്കുകൾ എങ്ങനെ ക്രമീകരിക്കണം, വാക്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഈ നിയമങ്ങൾ പറയും. ഈ നിയമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒരു അടുക്കും ചിട്ടയും ഒക്കെ കിട്ടുന്നത്. ശരിയാണ്. അപ്പോൾ ഈ നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഭാഷയുടെ ബിൽഡിംഗ് ബ്ലോക്സിലേക്ക്, അതിന്റെ നിർമ്മാണ ഘടകങ്ങളിലേക്ക് വരും. അതെ, ഏറ്റവും ബേസിക് തലം തൊട്ട് തുടങ്ങാം. നിങ്ങളുടെ നോട്ട്സിലെ ഫൊനീംസ്, സ്വനിമങ്ങൾ. ഫൊനീംസ് ആർ ദ സ്മോളസ്റ്റ് ഡിസ്റ്റിംഗ്വിഷബിൾ യൂണിറ്റ്സ് ഇൻ എ ലാംഗ്വേജ്. ഭാഷയിലെ തിരിച്ചറിയാൻ പറ്റുന്ന
ഏറ്റവും ചെറിയ ശബ്ദ യൂണിറ്റുകൾ. ശ്രദ്ധിക്കണം, ഇത് അക്ഷരമല്ല, ശബ്ദമാണ്. അതെ, ഉദാഹരണത്തിന് ഇംഗ്ലീഷിലെ പി, ബി എന്നിവ 2 ഫൊനീമുകളാണ്. പാറ്റ്, ബാറ്റ് അർത്ഥം മാറി. ശരിയാണ്. മലയാളത്തിൽ ക, ഖ, ഗ, ഘ ഒക്കെ വേറെ വേറെ ഫൊനീമുകളാണ്. കല വേറെ, ഖലം വേറെ, ഗളം വേറെ. ആ ചെറിയ ശബ്ദവ്യത്യാസം അർത്ഥത്തെ മൊത്തത്തിൽ മാറ്റുന്നു. കറക്റ്റ്. അടുത്ത സ്റ്റെപ്പ് മോർഫീംസ്, രൂപിമങ്ങൾ. മോർഫീംസ് are the smallest meaningful units in a language. ഭാഷയിലെ അർത്ഥമുള്ള ഏറ്റവും ചെറിയ യൂണിറ്റ്. ഫോണിയം ശബ്ദമായിരുന്നെങ്കിൽ മോർഫീമിന് സ്വന്തമായിട്ടൊരു അർത്ഥം കാണും. അതെ, അതൊരു വാക്ക് മുഴുവനായിട്ടാകാം, അല്ലെങ്കിൽ വാക്കിന്റെ ഒരു ഭാഗമാകാം. ശരിയാണ്. ഉദാഹരണത്തിന് വീടുകൾ. ഇതിൽ വീട് ഒരു മോർഫീമാണ്. കൾ എന്ന ബഹുവചന പ്രത്യയം വേറൊരു മോർഫീമാണ്. രണ്ടിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. കളികൾ ആണെങ്കിൽ കളി, കൾ. അൺഹാപ്പി എന്ന ഇംഗ്ലീഷ് വാക്കിൽ അൺ, ഹാപ്പി എന്നിങ്ങനെ 2 മോർഫീമുകൾ. അതെ, അൺ എന്ന പ്രിഫിക്സിന് അല്ലാത്ത എന്നൊരർത്ഥം വരുന്നുണ്ട്. ഹാപ്പി എന്ന റൂട്ട് വേർഡിനും അർത്ഥമുണ്ട്. ഡിസ്ലൈക്ഡ് എന്ന വാക്കിൽ ഡിസ്, ലൈക്ക്, ഇഡ് എന്നിങ്ങനെ 3 എണ്ണം വരും. ഡിസിന് ഒരു നെഗറ്റീവ് അർത്ഥം, ലൈക്ക് എന്ന റൂട്ട്, ഇഡ് എന്ന പാസ്റ്റ് ടെൻസ് മാർക്കർ. ഓക്കെ, അപ്പോ ഫോണീംസ് ചേർന്ന് മോർഫീംസ് ഉണ്ടാകുന്നു, മോർഫീംസ് ചേർന്നാണ് വാക്കുകൾ ഉണ്ടാകുന്നത്. ഇനി ഈ വാക്കുകളെ എങ്ങനെ ഒരുമിപ്പിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ഘട്ടം. സിൻടാക്സ്, വാക്യഘടന. അതെ, സിൻടാക്സ്. Syntax is a system of rules that governs how words can be meaningfully arranged to form phrases and sentences. അതായത് വാക്കുകളെ വെറുതെ വാരിയിട്ടാൽ പോരാ, അവയെ ഒരു പ്രത്യേക ഓർഡറിൽ നിയമങ്ങൾ അനുസരിച്ച് വെച്ചാലേ അർത്ഥം കിട്ടൂ. തീർച്ചയായും. മലയാളത്തിൽ നമ്മൾ കുട്ടി, പന്ത്, തട്ടി എന്ന് പറയുന്നു. ആ ക്രമത്തിന് ഒരു സ്വാഭാവികതയുണ്ട്. പന്ത്, കുട്ടി, തട്ടി എന്നും പറയാം, പക്ഷേ ഊന്നൽ മാറും. അതെ, പക്ഷേ തട്ടി, പന്ത്, കുട്ടി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നുമല്ലേ? ഒരു കവിതാ ശൈലി പോലെ തോന്നും, സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കില്ല. ഇംഗ്ലീഷിൽ ഇത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. ദ കാറ്റ് ചേസ് ദ മൗസ് ദ മൗസ് ചേസ് ദ കാറ്റും തമ്മിൽ അർത്ഥം നേരെ തിരിഞ്ഞില്ലേ? തിരിഞ്ഞു. ആ വാക്യഘടന, ആ വേർഡ് ഓർഡറാണ് അവിടെ അർത്ഥം തീരുമാനിച്ചത്. അതാണ് സിൻടാക്സ്, വാക്കുകളെ എങ്ങനെ ശരിയായി ക്രമീകരിക്കണം എന്ന നിയമം. അപ്പോൾ നോക്കുമ്പോൾ ഭാഷ എന്ന് പറയുന്ന ഈ ഒരു കോംപ്ലക്സ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ അടിസ്ഥാന ഘടകങ്ങൾ ഫോണീംസ്, മോർഫീംസ്, സിൻടാക്സ് ഇവയെല്ലാം ചേർന്നാണ്. അതെ, ശബ്ദങ്ങൾ ഫോണീംസ് ചേർന്ന് അർത്ഥമുള്ള യൂണിറ്റുകൾ മോർഫീംസ് ഉണ്ടാകുന്നു. അവ വാക്കുകളായി മാറുന്നു. ആ വാക്കുകളെ നിയമങ്ങൾക്കനുസരിച്ച് സിൻടാക്സ് ക്രമീകരിച്ച് നമ്മൾ ആശയവിനിമയം നടത്തുന്നു. ഓരോ ലെവലും അടുത്ത ലെവലിന് അടിസ്ഥാനമാണ്. നമ്മളിത് അറിയാതെയാണ് സ്വാഭാവികമായി സംസാരിക്കുന്നതെങ്കിലും ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കൃത്യമായ ഘടനയുണ്ട്. ഈ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഭാഷയെ നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റും. വെറുതെ സംസാരിക്കുന്നു എന്നതിനപ്പുറം അതിലെ ഓരോ വാക്കിനും വാക്യത്തിനും പിന്നിലെ ഒരു ലോജിക് നമുക്ക് പിടികിട്ടും. ശരിയാണ്. ഭാഷ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ആശയവിനിമയം കൂടുതൽ വ്യക്തമാക്കാനുമൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായും. ഇന്നത്തെ ഈ ഒരു വിശകലനം, ഈ പഠന സഹായിയെ അടിസ്ഥാനമാക്കി ഭാഷയുടെ ഘടനയെക്കുറിച്ചൊരു ഐഡിയ തന്നു എന്ന് വിചാരിക്കുന്നു. ലിംഗ്വിസ്റ്റിക്സ്, സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, പിന്നെ ഭാഷയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ, ചിഹ്നങ്ങൾ, അർത്ഥം, ജനറേറ്റീവ് സ്വഭാവം, നിയമങ്ങൾ, അതുപോലെ അതിന്റെ ബിൽഡിംഗ് ബ്ലോക്കുകളായ ഫോണീംസ്, മോർഫീംസ്, സിൻടാക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി കേൾക്കുന്ന നിങ്ങൾക്കായി ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത. ഭാഷയിലുള്ള ഈ നിയമങ്ങളും ഘടനയുമൊക്കെ നമ്മൾ ചിന്തിക്കുന്ന രീതിയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടാവും? നമ്മുടെ ചിന്തകളെ ഭാഷയാണോ രൂപപ്പെടുത്തുന്നത്, അതോ ചിന്തകൾക്കനുസരിച്ച് ഭാഷ മാറുന്നതാണോ? ഇതൊരു വലിയ വിഷയമാണ്. ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത തവണ കാണാം. ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണ് ഈ ചുറ്റുമുള്ള സംഭാഷണങ്ങളിൽ നിന്നൊക്കെ മാത്രം, പ്രത്യേകിച്ച് വ്യാകരണ ക്ലാസ് ഒന്നും ഇല്ലാതെ അല്ലേ, ഇത്ര സങ്കീർണമായ ഒരു ഭാഷ അനായാസം പഠിച്ചെടുക്കുന്നത്? ഇതൊരു എന്താ പറയാ, ഒരു മാന്ത്രിക വിദ്യ പോലെ തോന്നും ചിലപ്പോ. ഇന്ന് നമ്മൾ ഈ അത്ഭുതകരമായ ഭാഷാ സ്വായത്തീകരണം, അതായത് ലാംഗ്വേജ് അക്വിസിഷനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്.
ശരിയാണ്. നിങ്ങൾ പങ്കുവച്ച ഈ കോഗ്നിറ്റീവ് സയൻസിലെ രേഖകൾ നോക്കുമ്പോൾ ഈ പ്രക്രിയയുടെ പല ഘട്ടങ്ങളും പിന്നെ അതിന്റെ പിന്നിലുള്ള തിയറികളും ഒക്കെ കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും ഇതൊരു മാന്ത്രിക വിദ്യയല്ല. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കഴിവുകളിലൊന്നു തന്നെയാണിത്. അതെ അതെ, നമ്മുടെ ചിന്തകൾ പങ്കുവയ്ക്കാനുള്ള പ്രധാന ഉപകരണം ഭാഷയാണല്ലോ. നിങ്ങൾ തന്ന ഈ പഠനങ്ങൾ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താച്ചാൽ ഈ ഭാഷാ പഠനം എന്നത് കേവലം പ്രകൃതിദത്തമായ കഴിവ്, അതായത് നേച്ചർ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ സ്വാധീനം നർച്ചർ, അതുമാത്രമല്ല രണ്ടും കൂടി ചേർന്നൊന്നാണ് ഇതിനെ ഇന്നേറ്റ്ലി ഗൈഡഡ് ലേണിംഗ് എന്ന് നമുക്ക് വിളിക്കാം. ഇന്നേറ്റ്ലി ഗൈഡഡ് ലേണിംഗ്, ഓക്കെ. അതായത് ഭാഷ പഠിക്കാൻ ഒരു തരം ബ്ലൂ പ്രിന്റ് നമുക്ക് ജന്മനാ കിട്ടുന്നുണ്ട്. പക്ഷേ ആ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് ഒരു ഭാഷ എന്ന കെട്ടിടം പണിയണമെങ്കിൽ ചുറ്റുപാടുകൾ സഹായിക്കണം. ശരി ശരി. നമുക്ക് ഈ കെട്ടിടം പണിയുടെ പ്രധാന ഘട്ടങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കാം, അല്ലേ? അതെ. ഈ ഘട്ടങ്ങൾ ലോകമെമ്പാടുമുള്ള കുട്ടികളിൽ ഏറെക്കുറെ ഒരുപോലെയാണ് കാണുന്നത് എന്നത് അതൊരു അത്ഭുതം തന്നെയല്ലേ? എന്തായിരിക്കും ഈ സാർവത്രികത അഥവാ യൂണിവേഴ്സാലിറ്റിക്ക് കാരണം? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് ഈ നോം ചോംസ്കിയെ പോലെയുള്ള ഭാഷാശാസ്ത്രജ്ഞർ പറയുന്നത് ഭാഷ പഠിക്കാനുള്ള ഒരു കഴിവ് അത് മനുഷ്യന് ജന്മസിദ്ധമാണ്, ഇനേറ്റാണ് എന്ന്. അതുകൊണ്ടാണ് ഏത് സംസ്കാരത്തിലായാലും ശരി കുട്ടികൾ ഏകദേശം ഒരേ വഴിയിലൂടെ പോകുന്നത്. ആദ്യത്തെ ഘട്ടം കൂയിങ് ആണ്. ഏകദേശം 2 മാസം പ്രായമാകുമ്പോഴേക്കും തുടങ്ങും ഇത്. കൂയിങ്, ഓക്കെ. ഇത് പ്രധാനമായും ഊ, ആ അങ്ങനത്തെ സ്വരാക്ഷര ശബ്ദങ്ങൾ, വോവൽ സൗണ്ട്സ് ആണ്. അതിലൊരു രസകരമായ കാര്യം എന്താ വെച്ചാൽ കേൾവി ശക്തിയില്ലാത്ത കുഞ്ഞുങ്ങൾ പോലും ഈ ഘട്ടത്തിൽ ഇത്തരം ശബ്ദങ്ങൾ ഉണ്ടാകും. അത്ഭുതം തന്നെ. അപ്പോൾ കേൾവിക്കുറവുള്ള കുട്ടികളും ഇത് തുടങ്ങുമോ? എന്നാൽ അതിനുശേഷം വരുന്ന ബാബ്ലിംഗ് ഘട്ടമില്ലേ, അവിടെ എന്തെങ്കിലും വ്യത്യാസം വരുമോ? നല്ല പോയിന്റ്, വളരെ നല്ല പോയിന്റ്. ഏകദേശം ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ തുടങ്ങുന്ന ഈ ബാബ്ലിംഗ് ഘട്ടത്തില് സ്വരങ്ങളും വ്യഞ്ജനങ്ങളും, അതായത് കോൺസണന്റ് ആൻഡ് വൗവൽ സൗണ്ട്സ് രണ്ടും ചേർന്നുള്ള ഒരു ബബബ, ദദദ അങ്ങനെയുള്ള ശബ്ദങ്ങൾ വരും. ഇവിടെയാണ് ശരിക്കും വ്യത്യാസം വരുന്നത്. കേൾവിശക്തിയുള്ള കുട്ടികൾ എന്തു ചെയ്യും? അവരുടെ ചുറ്റും കേൾക്കുന്ന മാതൃഭാഷയിലെ ശബ്ദങ്ങൾ, അതായത് ഫുണീംസ്, അത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. ഓഹോ. എന്നാൽ കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് ആ ഭാഷാപരമായ ഫീഡ്ബാക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അവർ ഈ ഘട്ടത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് ഒന്നുകിൽ കുറയ്ക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നിർത്തുക തന്നെ ചെയ്യും. അപ്പോൾ കേൾവിക്ക് ഈ ഘട്ടത്തിൽ വലിയൊരു പങ്കുണ്ട്. ശരി, ഈ ശബ്ദങ്ങളൊക്കെ എപ്പോഴാണ് ഇങ്ങനെ അർത്ഥമുള്ള വാക്കുകളായിട്ട് മാറുന്നത്? ഏകദേശം 1 വയസ്സാകുമ്പോഴേക്കും അടുത്ത ഘട്ടമെത്തും. അതാണ് ഒറ്റ വാക്കുകൾ, വൺ വേർഡ് അട്ടറൻസസ്, അല്ലെങ്കിൽ അതിനെ ഹോളോഫ്രേസസ് എന്നും പറയും. ഹോളോഫ്രേസസ് അല്ല വേണം എന്നായിരിക്കും കുട്ടി ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് ഇത് അവർക്ക് ഏറ്റവും പരിചിതമായ ആളുകളുടെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ ഒക്കെ പേരുകളായിരിക്കും. ഒരു 18 മാസമൊക്കെ ആവുമ്പോഴേക്കും ഒരു കുട്ടിക്ക് ഏകദേശം 3 മുതൽ 100 വാക്കുകൾ വരെ അറിയാൻ സാധ്യതയുണ്ട്. ഈ ഘട്ടത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ ഈ ഓവർ എക്സ്റ്റൻഷൻ എറർ കാണുന്നത്, അല്ലെ? അതായത് ഇപ്പം പട്ടി എന്നൊരു വാക്ക് പഠിച്ചാൽ പിന്നെ കാണുന്ന പൂച്ചയെയും ആടിനെയും ഒക്കെ പട്ടി എന്ന് വിളിക്കുന്ന ആ ഒരു സംഭവം. അതെ, കൃത്യം. അതൊരു ഭാഷാപരമായ തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. കയ്യിലുള്ള പരിമിതമായ വാക്കുകൾ വെച്ച് കാര്യങ്ങൾ പറയാനുള്ളൊരു ശ്രമം. ശരിയാണ്. എന്നാൽ പിന്നെ ക്രമേണ ഒരു 1.5 വയസ്സിനും 2.5 വയസ്സിനും ഇടയിലായിട്ട് അവര് അടുത്ത പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കും. അതാണ് 2 വാക്കുകൾ ചേർത്തുള്ള വാക്യങ്ങൾ. 2 വേർഡ് അട്ടറൻസസ്. അമ്മ പോയി, പന്ത് താ, അങ്ങനെയൊക്കെ. ഇതിനെ ടെലിഗ്രാഫിക് സ്പീച്ച് എന്നും പറയാറുണ്ട്. ടെലിഗ്രാഫിക് സ്പീച്ച്, അതെന്താ അങ്ങനെ? പണ്ട് ടെലിഗ്രാം അയക്കുമ്പോൾ അത്യാവശ്യമുള്ള വാക്കുകൾ മാത്രം വെച്ചല്ലേ അയക്കുക, കാശ് കുറയ്ക്കാനായിട്ട്. അതുപോലെ പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രമേ ഇതിൽ കാണൂ. ഓ, അങ്ങനെ. വ്യാകരണത്തിന്റെ ഒക്കെ ഒരു തുടക്കം ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? എപ്പോഴാണ് അവർ ഏകദേശം മുതിർന്നവരെ പോലെ സംസാരിക്കാൻ തുടങ്ങുന്നത്? പുരോഗതി ഭയങ്കര വേഗത്തിലാവും. പിന്നെ ഏകദേശം 4 വയസ്സൊക്കെ ആവുമ്പോഴേക്കും കുട്ടികൾ മുതിർന്നവരുടെ വാക്യഘടനയുടെ ഒരു അടിസ്ഥാനം, അതായത് ബേസിക് അഡൾട്ട് സെന്റൻസ് സ്ട്രക്ചർ, അത് മനസ്സിലാക്കി തുടങ്ങും. 4 വയസ്സില്? അതെ. പദസമ്പത്ത് പിന്നെ കുതിച്ചുയരും. ഒരു 20 വയസ്സിൽ ഏതാണ്ട് 300 വാക്കുകളൊക്കെ ആണെങ്കിൽ 3 വയസ്സാവുമ്പോൾ അത് 1000 ഒക്കെ ആകും. കൊള്ളാം. 5 വയസ്സോടെ കുറച്ചുകൂടി സങ്കീർണമായ വാക്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും തുടങ്ങും. ഒരു 10 വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഭാഷാശേഷി ഏറെക്കുറെ പൂർണ്ണമാകും എന്ന് പറയാം. എന്നാലും ഓരോ കുട്ടിയുടെയും വേഗതയിൽ വ്യത്യാസമുണ്ടാകാം കേട്ടോ. പക്ഷേ ഈ കടന്നുപോകുന്ന ഘട്ടങ്ങൾ പൊതുവെ ഒന്നുതന്നെയാണ്. ഈ പ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ
നോം ചോംസ്കിയുടെ ചിന്തകൾ അതൊഴിവാക്കാൻ പറ്റില്ലല്ലോ. ഭാഷാ പഠനം എന്നത് മനുഷ്യന്റെ ജന്മസിദ്ധമായ മറ്റു കഴിവുകളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. ഇന്നേറ്റ് സ്പീഷീസ് സ്പെസിഫിക് മോഡ്യൂൾ എന്ന് അദ്ദേഹം പറഞ്ഞത് അതൊരു വിപ്ലവം തന്നെയായിരുന്നില്ലേ അന്നത്തെ കാലത്ത്? തീർച്ചയായും ഒരു വലിയ ചോദ്യമായിരുന്നു അത്. കുട്ടികൾ എങ്ങനെയാണ് ഈ ചുറ്റും കേൾക്കുന്ന ചിലപ്പോൾ അപൂർണമായ, ചിലപ്പോൾ തെറ്റുകൾ പോലുമുള്ള സംഭാഷണങ്ങൾ കേട്ടിട്ട് ആരും പ്രത്യേകമായി പഠിപ്പിക്കാതെ അല്ലേ ഭാഷയുടെ ഇത്രയും സങ്കീർണമായ നിയമങ്ങൾ പഠിച്ചെടുക്കുന്നത്? ഇതിനൊരു ഉത്തരമായിട്ടാണ് ചോംസ്കി ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അഥവാ LAD എന്നൊരു സങ്കല്പമൊക്കെ മുന്നോട്ട് വെച്ചത്. LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അതെ, അതായത് ഭാഷ പഠിക്കാൻ വേണ്ടി തലച്ചോറിലൊരു പ്രത്യേക സംവിധാനം തന്നെയുണ്ട് എന്നുള്ള ആ വാദം, അത് അന്നത്തെ ഒരു പ്രധാന ചിന്താഗതിയായിരുന്ന ബിഹേവിയറിസത്തിന് കടകവിരുദ്ധമായിരുന്നു. ശരിയാണ്. അപ്പോ ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലാണോ? ബെഞ്ചമിൻ വോർഫിന്റെ സിദ്ധാന്തം, വോർഫ് ഹൈപ്പോത്തസിസ്, അത് അങ്ങനെ ഒരു കാര്യമായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ബോർ സിദ്ധാന്തം പറയുന്നത് ഒരു വ്യക്തിയുടെ ഭാഷ അയാളുടെ ലോകത്തെ കാണുന്ന രീതിയെയും ചിന്താരീതിയെയും നന്നായി സ്വാധീനിക്കുന്നു എന്നാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ വ്യത്യസ്തമായി ചിന്തിക്കുന്നുവെന്ന്. ഓഹോ. എന്നാൽ ഇന്നത്തെ മിക്ക കോഗ്നിറ്റീവ് ശാസ്ത്രജ്ഞരും ഇത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ. സംസാരിക്കാൻ പഠിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ട് അല്ലേ? പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നുണ്ട്. നമ്മൾ വാക്കുകളിൽ മാത്രമല്ലല്ലോ ചിന്തിക്കുന്നത്, ചിത്രങ്ങളായിട്ടും മറ്റ് ചിഹ്നങ്ങളായിട്ടും ഒക്കെ ചിന്തിക്കാറില്ലേ? ശരിയാണ്. അപ്പോ ഭാഷ പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ കാര്യമായ കോഗ്നിറ്റീവ് കഴിവുകൾ, അതായത് നോൺ ലിംഗ്വിസ്റ്റിക് കോഗ്നിറ്റീവ് മെഷീനറി ആവശ്യമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. ഭാഷ നമ്മുടെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ടാവാം, അതിലൊന്നും സംശയവുമില്ല. പക്ഷേ ചിന്തയെ പൂർണ്ണമായി നിർണയിക്കുന്നത് ഭാഷയാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഭാഷാ സ്വായത്തീകരണം എന്ന് പറയുന്നത് ജന്മസിദ്ധമായ കഴിവ്, ഇനീറ്റ് അബിലിറ്റി, പിന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുമുള്ള പഠനം, എൻവയോൺമെന്റൽ ലേണിംഗ്, ഇത് രണ്ടും ഒരുപോലെ ചേർന്നു വരുന്ന ഒരു അത്ഭുതകരമായ പ്രക്രിയയാണ്. അതെ. ഈ കൂയിങ് മുതൽ സങ്കീർണമായ വാക്യങ്ങൾ വരെ ലോകത്തെവിടെയുമുള്ള കുട്ടികൾ ഏതാണ്ട് ഒരേ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. അതെ, ഇത് കേവലം വാക്കുകൾ പഠിക്കുക എന്നതിനപ്പുറം മനുഷ്യന്റെ കോഗ്നിറ്റീവ് വളർച്ചയുടെയും ചിന്താശേഷിയുടെയും ഒക്കെ ഒരു ഭാഗം തന്നെയാണ്. ചോംസ്കിയെപ്പോലുള്ളവരുടെ ഉൾക്കാഴ്ചകൾ ഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ഒരുപാട് ആഴത്തിലാക്കിയിട്ടുണ്ട്. ശരിയാണ്. ഇത് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ്. തീർച്ചയായും. അപ്പോ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേൾക്കുന്നവർക്ക് ആലോചിക്കാൻ ഒരു ചോദ്യം: ഭാഷ പഠിക്കുന്നതിലെ ഈ സാർവത്രികമായ ഘട്ടങ്ങളും അതിലടങ്ങിയ ജന്മസിദ്ധമായ കഴിവുമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഭാവിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികളെയോ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെയൊക്കെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കാൻ പോകുന്നത്? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ? കുട്ടികൾ എങ്ങനെയാണ് ഇത്ര സ്വാഭാവികമായിട്ട് ഭാഷ പഠിച്ചെടുക്കുന്നത്? അതെ, വളരെ പെട്ടെന്ന്. നമ്മൾക്ക് കിട്ടിയ ആ പഠന സാമഗ്രികൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് പിന്നിൽ പല ആശയങ്ങളുണ്ട്. പ്രധാനമായിട്ടും ഒരു 4 സിദ്ധാന്തങ്ങൾ. അതെ, ബിഹേവിയറിസം, പിന്നെ ഇന്നേറ്റ്നെസ്, കോഗ്നിറ്റീവ് സിദ്ധാന്തം, പിന്നെ ഇന്ററാക്ഷൻ തിയറിയും. നമുക്ക് ഇതിലേക്കൊന്ന് വിശദമായിട്ട് നോക്കാം അല്ലേ? തീർച്ചയായും. അപ്പോ ആദ്യത്തേത് ബിഹേവിയറിസം, BF സ്കിന്നറുടേത്. അതിന്റെ ഒരു അടിസ്ഥാന വാചകം ഇങ്ങനെയാണ്: ചിൽഡ്രൻ ഇമിറ്റേറ്റ് അഡൾട്ട്സ്, their correct utterances are reinforced. അതായത് കുട്ടികൾ ചുറ്റും കേൾക്കുന്നത് അത് അനുകരിക്കുന്നു, ശരിയായി പറയുമ്പോൾ മുതിർന്നവർ പ്രോത്സാഹിപ്പിക്കുന്നു. അതെ, ഒരുതരം ശീലം രൂപപ്പെടുത്തൽ എന്ന് പറയാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, കുട്ടി അമ്മ എന്ന് വിളിക്കുമ്പോൾ അമ്മ ചിരിക്കുന്നതും എടുക്കുന്നതുമൊക്കെ. ഓക്കേ. അതുപോലെ തെറ്റുകൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരുത്തും അല്ലെങ്കിൽ ശ്രദ്ധിക്കില്ല. അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ശരി. സ്കിന്നർ ഇത് മൃഗങ്ങളിലെ പരീക്ഷണങ്ങൾ വെച്ചാണല്ലോ വിശദീകരിക്കുന്നത്. അതെ, അദ്ദേഹത്തിന്റെ വെർബൽ ബിഹേവിയർ എന്ന പുസ്തകത്തിൽ ഇത് പറയുന്നുണ്ട്. എന്നാൽ ഇതിനൊരു പ്രശ്നമില്ലേ? കാരണം കുട്ടികൾ കേൾക്കുന്നതു മാത്രമല്ലല്ലോ പറയുന്നത്, ചില പുതിയ വാക്കുകൾ അല്ലെങ്കിൽ തെറ്റുകൾ എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ. കൃത്യം, അതൊരു വലിയ പരിമിതിയാണ്. ഇപ്പോൾ ഒരു കുട്ടി
ഡ്രാങ്ക് എന്ന് പറയുന്നതിന് പകരം ഡ്രിങ്ക്ഡ് എന്ന് പറയുന്നു എന്നിരിക്കട്ടെ. ആ, അത് സാധാരണമാണല്ലോ. അത് അനുകരണമല്ല. കുട്ടി പാസ്റ്റ് ടെൻസ് ഉണ്ടാക്കാൻ ഈട് ചേർക്കണം എന്നൊരു നിയമം ഒരു പക്ഷേ സ്വയം ഉണ്ടാക്കിയെടുത്ത് അതെല്ലായിടത്തും പ്രയോഗിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓ, അപ്പൊ അത് നിയമം പഠിക്കാനുള്ള ശ്രമമാണ്. അതെ, ഇതിനെ വെർച്വസ് എറേഴ്സ് എന്ന് പറയും. ഗുണപരമായ തെറ്റുകൾ. വെറും അനുകരണമാണെങ്കിൽ ഇത് സംഭവിക്കില്ല. പിന്നെ ഭാഷ പഠിക്കാൻ ഒരു നിർണായക ഘട്ടം, ഒരു ക്രിട്ടിക്കൽ പീരീഡ് ഉണ്ട് എന്നും. ആ, അതും ഈ സിദ്ധാന്തം വെച്ച് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ജീനി എന്ന കുട്ടിയുടെ കാര്യം. അതെ, വളരെ വൈകി ഭാഷ കേട്ടു തുടങ്ങിയ ആ കുട്ടിക്ക് പിന്നീട് പൂർണ്ണമായി പഠിക്കാൻ പറ്റിയില്ല. അപ്പോ ഈ അനുകരണം മാത്രം പോരാ എന്ന് വരുന്നു. അടുത്തത് നോം ചോംസ്കി. അദ്ദേഹം പറയുന്നത് ഇതിന് നേരെ വിപരീതമാണെന്ന് തോന്നുന്നു. ഒരു തരത്തിൽ അതെ. ചോംസ്കിയുടെ ഇന്നേറ്റ്നെസ് തിയറി, അതിന്റെ കാതൽ എ ചൈൽഡ്സ് ബ്രെയിൻ കണ്ടെയ്ൻസ് സ്പെഷ്യൽ ലാംഗ്വേജ് ലേണിംഗ് മെക്കാനിസംസ് അറ്റ് ബർത്ത്. അതായത് ജനിക്കുമ്പോഴേ ഭാഷ പഠിക്കാനുള്ള ഒരു കഴിവ് തലച്ചോറിൽ ഉണ്ട്. അതെ, അദ്ദേഹം അതിനെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അഥവാ LAD എന്ന് വിളിച്ചു. ഒരു ഉപകരണം പോലെ. LAD. ഓക്കെ. ഇത് തലച്ചോറിൽ ജന്മനാ ഉണ്ട്. കുട്ടി ചുറ്റും കേൾക്കുന്ന ഭാഷയിൽ നിന്ന് അതിന്റെ നിയമങ്ങൾ കണ്ടെത്താൻ ഈ LAD സഹായിക്കുന്നു. അപ്പോ എല്ലാ ഭാഷകൾക്കും പൊതുവായ ഒരു ഘടനയുണ്ടെന്നാണോ? യൂണിവേഴ്സൽ ഗ്രാമർ. അതെ, എല്ലാ ഭാഷയിലും നാമങ്ങൾ, ക്രിയകൾ ഒക്കെയുണ്ട്. ഒരടിസ്ഥാന വ്യാകരണ ഘടന. നേരത്തെ പറഞ്ഞ ഡ്രാങ്ക്ഡ് പോലുള്ള വെർച്വസ് എറേഴ്സ് ഒക്കെ ഈ LAD പ്രവർത്തിക്കുന്നതിന്റെ തെളിവായാണ് ചോംസ്കി കാണുന്നത്. കുട്ടി നിയമം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഇതിനെ പിന്തുണയ്ക്കാൻ വേറെയും തെളിവുകളുണ്ടല്ലോ. നമ്മുടെ സംസാര രീതി, ശ്വാസനാളത്തിന്റെ പ്രത്യേകതകൾ, തലച്ചോറിലെ ഭാഷാപരമായ ഭാഗങ്ങൾ, ബ്രോക്കാസ് ഏരിയ, വെർണിക്കേസ് ഏരിയ. അതെ, സംസാരമുണ്ടാക്കാനും മനസ്സിലാക്കാനുമുള്ള കേന്ദ്രങ്ങൾ. പിന്നെ പുതിയ ക്രിയോൾ ഭാഷകൾ ഉണ്ടാകുന്നത്, അങ്ങേ ഭാഷകൾക്ക് പോലും കൃത്യമായ വ്യാകരണമുണ്ട് എന്നതും. ശരിയാണ്. ഇതെല്ലാം ഒരു സഹജമായ ഭാഷാശേഷിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. പക്ഷേ ചോംസ്കിയുടെ സിദ്ധാന്തം സംവേദനത്തിന്റെ ഇന്ററാക്ഷൻ, പങ്കിനെ അത്ര കാര്യമായി എടുക്കുന്നില്ല എന്നൊരു വിമർശനമുണ്ട്. വെറുതെ ഭാഷ കേട്ടാൽ മാത്രം മതിയോ? മറ്റുള്ളവരുമായി സംസാരിക്കണ്ടേ? അതെ. ജിം എന്ന കുട്ടിയുടെ ഒരു പഠനമുണ്ട്. ബധിരരായ മാതാപിതാക്കളുടെ കേൾവിശക്തിയുള്ള കുട്ടി. ഓക്കെ. അവൻ ടിവിയിലൂടെ ധാരാളം ഭാഷ കേട്ടു, പക്ഷേ സംസാരിക്കാൻ പഠിച്ചില്ല. പിന്നീട് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് വന്ന് അവനോട് നേരിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അവൻ വേഗം ഭാഷ പഠിച്ചത്. അപ്പോ ഇന്ററാക്ഷൻ അത് പ്രധാനമാണ്. വളരെ പ്രധാനം. അവിടെയാണ് അടുത്ത സിദ്ധാന്തം വരുന്നത്. ജോൺ പിയഷെ, അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് തിയറി. കോഗ്നിറ്റീവ് തിയറി പറയുന്നത് ഭാഷാ വികാസം എന്നത് കുട്ടിയുടെ മൊത്തത്തിലുള്ളൊരു ബൗദ്ധിക വികാസത്തിന്റെ ഭാഗമാണെന്നാണ്, അല്ലേ? ലാംഗ്വേജ് ഇസ് ജസ്റ്റ് വൺ ആസ്പെക്ട് ഓഫ് എ ചൈൽഡ്സ് ഓവറോൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അതെ, ഭാഷ ഒരു പ്രത്യേക കഴിവായിട്ടല്ല, മറിച്ച് ബുദ്ധിപരമായ വളർച്ചയുടെ കൂടെ വരുന്ന ഒന്നായിട്ടാണ് പിയാഷെ കാണുന്നത്. അതായത് ഒരു ആശയം, കോൺസെപ്റ്റ് കുട്ടിക്ക് മനസ്സിലായ ശേഷമേ അതുമായി ബന്ധപ്പെട്ട വാക്ക് കുട്ടി ഉപയോഗിക്കൂ. ഉദാഹരണത്തിന് ഈ ഓബ്ജക്റ്റ് പെർമനൻസ്. ഒരു സാധനം കണ്ണിൽ നിന്ന് മറഞ്ഞാലും അത് അവിടെ തന്നെ ഉണ്ട് എന്ന ബോധ്യം. അതെ, ആ ഒരു ധാരണ വരുമ്പോഴാണ് കുട്ടി വസ്തുക്കളുടെ പേരുകൾ കൂടുതലായി ഓർത്തുവെക്കാനും ഉപയോഗിക്കാനും തുടങ്ങുന്നത്. അതുപോലെ വലിപ്പച്ചെറുപ്പമനുസരിച്ച് തരംതിരിക്കാൻ സിരിയേഷൻ പഠിക്കുമ്പോൾ അപ്പോഴാണ് വലുത് ചെറുത് എന്നൊക്കെ താരതമ്യം ചെയ്യാൻ തുടങ്ങുന്നത്. അതെ, ചിന്തയാണ് ഭാഷയെ നയിക്കുന്നത് എന്നാണ് പിയാഷെയുടെ വാദം. അദ്ദേഹത്തിന്റെ വികാസഘട്ടങ്ങൾ, ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇത് ഒരു തരത്തിൽ ശരിയാണെന്ന് തോന്നുന്നു. പക്ഷേ ബുദ്ധിക്ക് അല്പം പരിമിതിയുള്ള കുട്ടികൾ പോലും ചിലപ്പോൾ നന്നായി വ്യാകരണമൊക്കെ ഉപയോഗിച്ച് സംസാരിക്കാറുണ്ടല്ലോ. അത് ഒരു പ്രധാന പോയിന്റാണ്. ഭാഷാശേഷിയും പൊതുവായ ബുദ്ധിശക്തിയും തമ്മിൽ എപ്പോഴും നേരിട്ട് ബന്ധമുണ്ടോ എന്നത് ചോദ്യം ചെയ്യപ്പെട്ടുള്ളൂ. അതെ, അപ്പൊ അവിടെയാണ് അവസാനത്തെ സിദ്ധാന്തം, ഇൻപുട്ട് അല്ലെങ്കിൽ ഇന്ററാക്ഷനിസ്റ്റ് തിയറി. ഇൻപുട്ട് ഇന്ററാക്ഷനിസ്റ്റ് തിയറി ജെറോം ബ്രൂണറുടേത്. ബ്രൂണർ ഊന്നൽ നൽകുന്നത് ഈ സാമൂഹിക ഇടപെടലിനാണ്. This theory emphasizes the interaction between children and their caregivers. കുട്ടിയും പരിപാലകരും തമ്മിലുള്ള സംസാരം. അപ്പോ നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന രീതി, അതിന് പ്രാധാന്യമുണ്ട്. ഈ കൊഞ്ചുകൊണ്ടുള്ള സംസാരം, ചൈൽഡ് ഡയറക്റ്റഡ് സ്പീച്ച്, CDS എന്ന് പറയുന്നത്. തീർച്ചയായും ഉയർന്ന സ്ഥായി, ലളിതമായ വാക്കുകൾ, ആവർത്തനം, ഇതൊക്കെ കുട്ടിയുടെ ഭാഷാ പഠനത്തെ സഹായിക്കുന്ന ഒരു താങ്ങ്, സ്കാഫോൾഡിംഗ് പോലെയാണ്. ഒരു കൈത്താങ്ങ് പോലെ. അതെ.
ചോംസ്കിയുടെ LADക്ക് ബദലായിട്ടല്ല, മറിച്ച് അതിനെ സഹായിക്കുന്ന ഒന്നായിട്ടാണ് ബ്രൂണർ ഇതിനെ കണ്ടത്. അദ്ദേഹം ഇതിനെ ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം LASS എന്ന് വിളിച്ചു. LSS. ഓക്കെ. സംഭാഷണത്തിൽ ഊഴം വെച്ച് സംസാരിക്കുന്നത്, ടേൺ ടേക്കിംഗ് പോലും കുട്ടികൾ വാക്കുകൾ പഠിക്കുന്നതിന് മുമ്പേ കളികളിലൂടെയൊക്കെ പഠിക്കുന്നുണ്ട്. സന്ദർഭം, കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. ശരിയാണ്. പക്ഷേ ഇതിനും ഒരു മറുചോദ്യമില്ലേ? ചില സംസ്കാരങ്ങളിൽ മുതിർന്നവരെങ്ങനെ CDS അധികം ഉപയോഗിക്കാറില്ല. എന്നാലും അവിടത്തെ കുട്ടികളും ഭാഷ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോ CDS അത്യാവശ്യമാണോ, അതൊരു സഹായം മാത്രമാണോ? നല്ല ചോദ്യമാണ്. CDS സഹായകമാണെന്നതിൽ തർക്കമില്ല. പക്ഷേ അത് ഒഴിച്ചുകൂടാനാകാത്തതാണോ എന്നത് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അപ്പോ നമ്മൾ ഈ 4 സിദ്ധാന്തങ്ങളും നോക്കി: ബിഹേവിയറിസം, ഇന്നേറ്റ്നെസ്, കോഗ്നിറ്റീവ്, ഇന്ററാക്ഷനിസ്റ്റ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ സിദ്ധാന്തങ്ങളൊന്നും പരസ്പരം പൂർണ്ണമായും തള്ളിക്കളയുന്നവയല്ല. അതെ അതെ. ഓരോന്നും ഈ ഭാഷ പഠിക്കുക എന്ന സങ്കീർണമായ പ്രക്രിയയുടെ ഓരോ വശത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ശരിയാണ്. അനുകരണത്തിനും പങ്കുണ്ട്. തീർച്ചയായും. ജന്മസിദ്ധമായ കഴിവിനും പങ്കുണ്ട്. ബുദ്ധിപരമായ വളർച്ച, കോഗ്നിഷൻ, സാമൂഹിക ഇടപെടൽ, ഇന്ററാക്ഷൻ, ഇവയെല്ലാം ചേർന്നതാണ്. അതെ, ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. കുട്ടി ഭാഷ പഠിച്ചെടുക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഭാഷാ പഠനം എന്നത് ഈ ഘടകങ്ങളുടെയെല്ലാം ഒരു സങ്കലനമാണെന്ന് കരുതാം, അല്ലേ? ഒരു സംയോജിത ചിത്രം. ഓരോ സിദ്ധാന്തവും ആ ചിത്രത്തിന്റെ ഓരോ ഭാഗം നമുക്ക് കാണിച്ചു തരുന്നു. ഈ ഒരു വിശദമായ ചർച്ച ഭാഷാ സ്വാംശീകരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് പുതിയ ചില കാഴ്ചപ്പാടുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു. പോകുന്നതിന് മുമ്പ് ഒരു ചിന്ത പങ്കുവെക്കട്ടെ. തീർച്ചയായും. നമ്മൾ മനുഷ്യർ എങ്ങനെ ഭാഷ പഠിക്കുന്നു എന്ന് ഈ സിദ്ധാന്തങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇനി നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI ഭാഷ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ രസകരമായ ചോദ്യം. ഈ സിദ്ധാന്തങ്ങൾക്ക് അവിടെ എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു AIക്ക് LAD ഉണ്ടാകുമോ? അതിന് LAS ആവശ്യമുണ്ടോ? അതോ AI ഭാഷ പഠിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരിക്കുമോ? അതെ, ഈ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ തന്നെ മാറ്റിയേക്കാവുന്ന ഒന്നാണ്. അതെ, ഒരുപക്ഷേ AIയുടെ വളർച്ച ഈ സിദ്ധാന്തങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിച്ചേക്കാം. അല്ലെങ്കിൽ പുതിയ സിദ്ധാന്തങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം. തീർച്ചയായും. ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ അടിസ്ഥാനപരമായൊരു കാര്യത്തെക്കുറിച്ചാണ്. മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ ഭാഷ അനായാസം പഠിക്കാൻ കഴിയുന്നത്? അതെ. അതിന്റെ പിന്നിലെ ബയോളജി, ആ ജീവശാസ്ത്രപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ കയ്യിലുള്ള ഈ പഠനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരീരത്തിനും തലച്ചോറിനും എന്ത് പങ്കാണ് ഇതിലുള്ളത്? അതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. തീർച്ചയായും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയമാണിത്. പ്രധാനമായും നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ, അല്ലെ, അവരെത്ര സ്വാഭാവികമായിട്ടാണ് മാതൃഭാഷ പഠിക്കുന്നത്. ശരിയാണ്. ഒരു പ്രത്യേക എഫേർട്ട് ഇല്ലാതെ. അതേസമയം നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്ന ചിമ്പാൻസികൾ, അവർക്ക് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? പിന്നെ തലച്ചോറിന്റെ വളർച്ച, ബ്രെയിൻ മാച്ചുറേഷൻ എന്ന് പറയും, അതും ഈ ഭാഷ പഠിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ എവിടെ തുടങ്ങാം? നമ്മുടെ ശരീരം, അതിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? സംസാരിക്കാനുള്ള കഴിവ്, അതിന് ശാരീരികമായ ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണ്, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ ഈ ശബ്ദനാളം, വോക്കൽ ട്രാക്ട് എന്ന് പറയും, അതിൻ്റെ ഒരു ഘടനയാണ്. നമ്മുടെ ശബ്ദപേടകം, അതായത് ലാരിങ്സ്, അത് കഴുത്തിൽ കുറച്ച് താഴെയാണ് വിജയുന്നത്. മറ്റു പ്രൈമേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താഴെയാണല്ലേ? അതെ. അതുകൊണ്ട് ഈ വോക്കൽ ട്രാക്റ്റിന് ഒരു പ്രത്യേക വളവ് കിട്ടുന്നുണ്ട്. ഒരു ഷാർപ്പ് റൈറ്റ് ആംഗിൾ ബെൻഡ് എന്ന് പറയാം. ഓക്കെ. ഇത് നമ്മുടെ വായയും മൗത്ത്, തൊണ്ടയും, ഫാരിങ്സ്, ഈ 2 ഭാഗങ്ങളെയും റെസണന്റ് കാവിറ്റീസായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അതായത് ശബ്ദത്തിന് മാറ്റം വരുത്താൻ പറ്റുന്ന അറകൾ പോലെ. അതെ, കൃത്യമായി പറഞ്ഞാൽ അതാണ്. ഈ 2 അറകളും സ്വതന്ത്രമായി പ്രവർത്തിക്കും. അങ്ങനെയാണ് നമുക്ക് ഇത്രയധികം സ്വരാക്ഷരങ്ങൾ, വവൽ സൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ ഘടന മനുഷ്യന് മാത്രമുള്ള ഒന്നാണ്. നമ്മുടെ അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞ ചിമ്പാൻസികൾ, അവരുടെ കാര്യമെടുത്താലോ? അവരെ ചിലതരം ഭാഷകൾ അല്ലെങ്കിൽ ഭാഷയുടെ രൂപങ്ങൾ പഠിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. ആംഗ്യഭാഷ പോലെയൊക്കെ നടന്നിട്ടുണ്ട്.
ചിമ്പാൻസികളെ ഹാൻഡ് സൈൻസ് ഉപയോഗിക്കാനും ചിലതരം ടോക്കൺസ്, അതായത് ചിഹ്നങ്ങൾ തിരിച്ചറിയാനും ഉപയോഗിക്കാനും പഠിപ്പിച്ച പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട്. എന്നിട്ട് അത് ഭാഷയുടെ ഒരു ആദ്യ രൂപം, ഒരു പ്രിക്കോയ്സർ ആയി കണക്കാക്കാമോ? അവിടെയാണ് സംശയം. അതായത് ചിമ്പാൻസികൾ കാണിക്കുന്ന ഈ കഴിവുകൾ മനുഷ്യരുടെ ഭാഷാശേഷിക്ക് തുല്യമാണോ, അല്ലെങ്കിൽ ഒരേ ഉറവിടത്തിൽ നിന്ന് വന്നതാണോ, ഹോമോലോഗസ് ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല. എന്തുകൊണ്ടാണ് ആ സംശയം? കാരണം ചിമ്പാൻസികൾക്ക് ഭാഷയുടെ ഈ പ്രാഥമിക രൂപങ്ങൾ പഠിക്കാൻ പോലും നിരന്തരമായ വളരെ ചിട്ടപ്പെടുത്തിയ പരിശീലനം ആവശ്യമാണ്. മാസസ് റെജിമെന്റഡ് ടീച്ചിങ് എന്നാണ് അതിനെ പറയുക. ഓ, അത്രയും തീവ്രമായ പരിശീലനം വേണം. അതെ, അല്ലാതെ കുട്ടികൾ പഠിക്കുന്ന പോലെ സ്വയം പഠിക്കില്ല. അവര് പഠിക്കുന്ന സിഗ്നലുകൾ നോക്കിയാൽ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും, ഭയങ്കര റിപ്പിറ്റേറ്റീവ് ആയിരിക്കും, ആവർത്തനം കൂടുതലായിരിക്കും. അതെ, പിന്നെ അത് ഉപയോഗിക്കുന്നത് കൂടുതലും ഒന്നുകിൽ ഭക്ഷണം ചോദിക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ്. ഒരു ക്രമമൊന്നുമില്ലാതെ ക്വാസി റാൻഡം സീക്വൻസസ് ആയിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കുക. ഇത് കുട്ടികളിൽ നിന്ന് ശരിക്കും വളരെ വ്യത്യസ്തമാണല്ലോ. കുട്ടികൾ ആയിരക്കണക്കിന് വാക്കുകൾ ഒരു പ്രത്യേക പരിശീലനവും ഇല്ലാതെ പഠിക്കുന്നു, സ്വയമേവ, സ്പോണ്ടേനിയസ്ലി. അതെ. എന്നിട്ട് അതിനെ കൃത്യമായ ഘടനയോടെ സ്ട്രക്ചേർഡ് സീക്വൻസസ് ആയിട്ട് വാക്യങ്ങളാക്കുന്നു, പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. അഭിപ്രായം പറയാൻ, ചോദ്യം ചോദിക്കാൻ, കമന്റിംഗ്, ക്വസ്റ്റ്യനിങ്, അങ്ങനെ പല രീതിയിൽ. ചിമ്പാൻസികൾക്കതില്ല. അപ്പോ പരിണാമപരമായി വലിയൊരു മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും. നമ്മളും ചിമ്പാൻസിയും ഒരു പൊതുപൂർവികനിൽ നിന്നാണ് വരുന്നത്. ഏകദേശം ഒരു 6-7 ദശലക്ഷം വർഷം മുൻപാണ് ആ വേർപിരിയൽ നടന്നത്. അതിനുശേഷമുള്ള ഏതാണ്ട് 3 ലക്ഷത്തോളം തലമുറകൾ. അത്രയും കാലം കൊണ്ടാണ് മനുഷ്യരിൽ ഭാഷ പടിപടിയായി ഗ്രാജ്വലി വികസിച്ചത്. എന്തായിരിക്കാം അതിന് കാരണം? എന്തിനായിരിക്കും ഭാഷ വികസിച്ചത്? പല തിയറികളുമുണ്ട്. ഒരു പ്രധാന കാരണം അറിവ് പങ്കുവെക്കാനുള്ള കഴിവ്, ഷെയറിംഗ് നോളജ്, അത് കൂടിയതുകൊണ്ടാവാം. അതുപോലെ പരസ്പരം സഹകരിക്കാനുള്ള കഴിവ്, റെസിപ്രോക്കൽ കോപ്പറേഷൻ, ഇതിനൊക്കെ ഭാഷ അത്യാവശ്യമായി വന്നു. ശരി. അപ്പോ ശരീരത്തിൽ നിന്നും പരിണാമത്തിൽ നിന്നും നമുക്ക് തലച്ചോറിലേക്ക് വരാം. കുട്ടിക്കാലത്ത് തലച്ചോറിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ? ഈ മെച്യൂറേഷണൽ ചേഞ്ചസ് ഭാഷ പഠിക്കുന്നതിൽ എങ്ങനെയാണ് സഹായിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ജനിച്ചു കഴിഞ്ഞാൽ തലച്ചോറിന്റെ ഭാരം കൂടുന്നുണ്ട്, വലിപ്പം കൂടുന്നുണ്ട്. പിന്നെ തലച്ചോറിന്റെ പുറംപാളിയായ സെറിബ്രൽ കോർട്ടെക്സ്, അതിന്റെ കനം വർദ്ധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങളാണ്. സൈനാപ്സിസ് എന്ന് പറയും. സൈനാപ്സിസ്. ഈ സൈനാപ്സിന്റെ എണ്ണം ഏകദേശം 9 മാസം പ്രായമാകുമ്പോൾ തൊട്ട് ഒരു 2 വയസ്സുവരെ ഭയങ്കര കൂടുതലായിരിക്കും. മാക്സിമം നിലയിലെത്തും. അതിനുശേഷം അത് കുറഞ്ഞു തുടങ്ങും. പ്രൂണിംഗ് എന്ന് പറയും. ഓക്കേ, ആവശ്യമില്ലാത്ത കണക്ഷൻസ് ഒഴിവാക്കുന്ന പോലെ. ഒരു തരത്തിൽ അങ്ങനെ പറയാം. അതുപോലെ തലച്ചോറിന്റെ ഊർജ്ജോപയോഗം, മെറ്റബോളിക് ആക്ടിവിറ്റി, അത് ഏകദേശം 4 വയസ്സിൽ ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും. അതിനുശേഷം സാധാരണ നിലയിലേക്ക് വരും. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം കുട്ടിക്കാലത്ത് ഭാഷ വേഗത്തിൽ പഠിക്കാൻ സഹായിക്കുന്നുണ്ടാവും അല്ലേ? ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുക്കാൻ. അതെ, തീർച്ചയായും. കുട്ടിക്കാലത്ത് തലച്ചോറിന് കൂടുതൽ വഴക്കുണ്ട്, എളുപ്പത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകും. അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഈ പ്ലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ടാണോ ക്രിട്ടിക്കൽ പീരിയഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുള്ളത്? ഭാഷ പഠിക്കാൻ ഒരു പ്രത്യേക പ്രായപരിധിയുണ്ടെന്ന്. വളരെ ശരിയാണ്. അതാണ് ക്രിട്ടിക്കൽ പീരീഡ് ഹൈപ്പോത്തസിസ്. അതായത് ഭാഷ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാലഘട്ടമുണ്ട്. അത് ഏകദേശം ഒരു ജനനം മുതൽ 6 വയസ്സ് അല്ലെങ്കിൽ കൗമാരം വരെ നീളുന്നുവെന്ന് പറയാം. ആ പ്രായത്തിൽ പഠിച്ചാൽ എളുപ്പമാണ്. വളരെ എളുപ്പമാണ്. ഒരു മാതൃഭാഷ പോലെ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഈ ക്രിട്ടിക്കൽ പീരീഡ് കഴിഞ്ഞാൽ, അതായത് പ്യൂബർട്ടി കഴിഞ്ഞാൽ, പുതിയൊരു ഭാഷ പൂർണ്ണമായി ഒരു നേറ്റീവ് സ്പീക്കറെ പോലെ പഠിക്കുക എന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അപൂർവമായിട്ടേ സാധിക്കാറുള്ളൂ. കാരണം തലച്ചോറിന്റെ ആ പ്ലാസ്റ്റിസിറ്റി കുറയുന്നു. ആ വഴക്കം നഷ്ടപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രധാന ചോദ്യം. ഭാഷ എന്നത് നമ്മുടെ പൊതുവായ ബുദ്ധിശക്തിയുടെ, ജനറൽ ഇന്റലിജൻസിന്റെ ഭാഗം മാത്രമാണോ? അതോ തലച്ചോറിൽ ഇതിനു തനിയെ നിൽക്കുന്ന ഒരു സംവിധാനമുണ്ടോ? നല്ല ചോദ്യം. ഇതൊരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. നിലവിലെ തെളിവുകൾ അനുസരിച്ച് ഭാഷ കൈകാര്യം ചെയ്യാൻ തലച്ചോറിൽ പ്രത്യേക ഭാഗങ്ങളുണ്ട്. ലാംഗ്വേജ് സർക്യൂട്ട്സ് എന്ന് പറയാം. ഇത് പ്രധാനമായും തലച്ചോറിന്റെ ഇടത് അർദ്ധഗോളത്തിലാണ്, ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് കാണുന്നത്. സാധാരണയായി ഇടതുഭാഗത്താണല്ലേ? അതെ.
ഭൂരിഭാഗം ആളുകളിലും ഈ ലാംഗ്വേജ് സർക്യൂട്ട്സ് പൊതുവായ ബുദ്ധിശക്തിയിൽ നിന്ന് വേറിട്ട് പ്രവർത്തിക്കാൻ കഴിയും എന്നതിന് പല തെളിവുകളുമുണ്ട്. ഒരു ഡിസോസിയേഷൻ ഉണ്ടെന്ന് പറയാം. ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം എഫേഷ്യയാണ്. സ്ട്രോക്ക് അല്ലെങ്കിൽ മറ്റ് തകരാറുകൾ കാരണം തലച്ചോറിലെ ഭാഷാപരമായ ഭാഗങ്ങൾക്ക് കേടുപാട് സംഭവിക്കുമ്പോൾ ഭാഷാശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥയാണിത്. അവർക്ക് സംസാരിക്കാനോ മനസ്സിലാക്കാനോ ബുദ്ധിമുട്ടുണ്ടാകും. അതെ, ചിലപ്പോൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ഇങ്ങനെയുള്ള പലർക്കും മറ്റു ബുദ്ധിപരമായ കഴിവുകൾക്ക് നോൺ വെർബൽ ഐക്യു എന്ന് പറയും, അതിന് വലിയ കുഴപ്പമൊന്നും കാണില്ല. അതായത് ഭാഷ പോയെങ്കിലും മറ്റു കഴിവുകൾ നിലനിൽക്കുന്നു. അതുപോലെ ഇതിന് നേരെ വിപരീതമായ അവസ്ഥകളുമുണ്ട്. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന് വില്യം സിൻഡ്രോം എന്നൊരു ജനിതക അവസ്ഥയുണ്ട്. ഈ അവസ്ഥയുള്ള കുട്ടികൾക്ക് കാര്യമായ ബുദ്ധിമാന്ദ്യമുണ്ടാവാം. സിവിയർ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയാവുന്ന അവസ്ഥ. ഓക്കെ. പക്ഷേ അവരുടെ സംസാരം കേട്ടാൽ വളരെ ഫ്ലുവൻ്റ് ആയിരിക്കും, ആർട്ടിക്കുലേറ്റ് ആയിരിക്കും, നല്ല വൊക്കാബുലറി ഉണ്ടാവും, സങ്കീർണമായ വാക്യങ്ങൾ ഉപയോഗിക്കും. ബുദ്ധിപരമായി പിന്നോക്കമാണെങ്കിലും ഭാഷാപരമായ കഴിവ് കൂടുതലാണ്. അതെ. അപ്പോ ഇത് കാണിക്കുന്നതെന്താണ്? ഭാഷാശേഷി എന്നത് പൊതുവായ ബുദ്ധിശക്തിയെ മാത്രം ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. അതിന് അതിൻ്റെതായ ഒരു ജൈവിക അടിത്തറ, ഒരു പ്രത്യേക ന്യൂറൽ സംവിധാനം തന്നെയുണ്ട്. ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തലച്ചോറ് എത്ര സങ്കീർണമാണല്ലേ. തീർച്ചയായും. ഇനി നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണല്ലോ. കമ്പ്യൂട്ടറുകൾക്ക് ഭാഷ പഠിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ന്യൂറൽ നെറ്റ്വർക്ക്സ് പോലുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മേഖലയാണ്. ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ ഒരു പരിധിവരെ അനുകരിക്കുന്ന കമ്പ്യൂട്ടർ മോഡലുകളാണ്. ഈ മോഡലുകൾക്ക് ധാരാളം ഉദാഹരണങ്ങൾ കൊടുത്താൽ ഭാഷയിലെ ചില നിയമങ്ങൾ, റൂൾസ് അല്ലെങ്കിൽ പാറ്റേണുകൾ പഠിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണങ്ങളിൽ നിന്ന് പഠിക്കുകയാണോ ചെയ്യുന്നത്? അതെ, ഭാഷയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ട്രക്ചർ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഏതു വാക്ക് കഴിഞ്ഞാൽ അടുത്ത ഏതു വാക്ക് വരാനാണ് സാധ്യത, വാക്യങ്ങൾ എങ്ങനെയാണ് സാധാരണയായി രൂപപ്പെടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. ചില ഗവേഷകർ കരുതുന്നത് കുട്ടികളും ഒരു പരിധിവരെ ഇതുപോലെയാണ് ഭാഷ പഠിക്കുന്നത് എന്നാണ്. അതായത് കേൾക്കുന്ന സംഭാഷണങ്ങളിൽ നിന്നും ഉദാഹരണങ്ങളിൽ നിന്നും ഭാഷയുടെ നിയമങ്ങൾ അറിയാതെ തന്നെ ഊഹിച്ചെടുക്കുന്നു. ഇൻഫറിംഗ് പാറ്റേൺസ് ത്രൂ മൾട്ടിപ്പിൾ എക്സാമ്പിൾസ്. അപ്പോ ഈ കമ്പ്യൂട്ടർ മോഡലുകൾ ഭാഷ പഠിക്കുന്ന രീതി ഒരുപക്ഷെ മനുഷ്യർ പഠിക്കുന്നതിലെ ചില വശങ്ങളെ മനസ്സിലാക്കാൻ സഹായിച്ചേക്കാം. പക്ഷെ മനുഷ്യന്റെ ഭാഷാശേഷിയുടെ ആഴവും സങ്കീർണതയും പൂർണ്ണമായി ഈ മോഡലുകൾക്ക് ഇതുവരെ കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അതിനിനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ശരിയാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് വെച്ച് നോക്കുമ്പോൾ ഭാഷ പഠിക്കുക എന്നത് അത് വെറും ഒരു മാനസിക പ്രക്രിയ മാത്രമല്ല. അതിന് പിന്നില് വ്യക്തമായ ശാരീരിക ഘടനയുടെയും പരിണാമത്തിന്റെയും തലച്ചോറിന്റെ വളർച്ചയുടെയും പ്രത്യേക നാഡീവ്യൂഹങ്ങളുടെയും ഒക്കെ ഒരു വലിയ പങ്കുണ്ട്. വളരെ സങ്കീർണമായ ഒരു ജൈവിക പ്രക്രിയയാണ്. തീർച്ചയായും. ഇത് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ഒരു മേഖലയിലെ അറിവ് മാത്രം പോരാ. ലിംഗ്വിസ്റ്റിക്സ് വേണം, സൈക്കോളജി വേണം, ന്യൂറോബയോളജി അറിയണം, കമ്പ്യൂട്ടർ സയൻസിലെ അറിവ് വേണം. ഇതെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ് ആവശ്യം. അതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. അതെ, ഈ ഒരു വൈവിധ്യമാർന്ന കാഴ്ചപ്പാടിലൂടെയേ ഭാഷ എന്ന പ്രതിഭാസത്തെ നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. ശരിയാണ്. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഭാഷയെക്കുറിച്ച്, നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പുതിയ ചില ചിന്തകൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഒരു കാര്യം കൂടി ആലോചിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഭാഷ പഠിക്കാനുള്ള നമ്മുടെ തലച്ചോറിന്റെ ഈ കഴിവ്, ഈ ബയോളജിക്കൽ ബ്ലൂ പ്രിന്റ്, അത് കൂടുതൽ മനസ്സിലാക്കുന്നതിലൂടെ ഭാവിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്, AI-ക്ക് മനുഷ്യരെ പോലെ ഭാഷ സ്വായത്തമാക്കാൻ ഒരു പക്ഷേ സഹായിക്കാൻ കഴിയുമോ? നല്ല ചോദ്യമാണ്. പ്രകൃതി ഒരുക്കിയ ഈ ഡിസൈൻ സാങ്കേതിക വിദ്യയ്ക്കൊരു പ്രചോദനമാകുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതൊരു ചിന്താവിഷയമായി എടുക്കാം. ഇന്നത്തെ ഈ വിശകലനം ഇവിടെ നിർത്തുന്നു. നന്ദി.